ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര. ആദ്യമായി ഫിനാലെയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത്. ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയിയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി മാറുകയായിരുന്നു. ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ പങ്കിടുകയാണ്. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായി ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സിയുടെ ഒരു ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. അതുപോലെ തന്നെ അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ നിന്നും ഒരു ആഡംബര വില്ല നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസറുദ്ദീൻ. ജനങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷേട്ടനാണ്. 10 വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷേട്ടന് ഗിഫ്റ്റായി നൽകുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ വിന്നറായി കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ്.